വെൽക്കം ടു ബയോ ക്ലാസ്. ഞാൻ അജിത CJ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന പോർഷനിലെ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന ഭാഗമാണ്. എന്താണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്? ഒരു വസ്തുവിനെ പേരിടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ പേരിടുന്നതിനെയാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. പേരിടുന്നതിനെ നോമൻക്ലേച്ചർ എന്ന് വിളിക്കുന്നു. ദെൻ സസ്യങ്ങളുടെ പേരിടലിനെ ഇതിന് ശാസ്ത്രീയമായ നാമകരണം അല്ലെങ്കിൽ സസ്യങ്ങളുടെ പേരിടലിൻ്റെ കാര്യത്തിൽ ഇതിന് സസ്യശാസ്ത്ര നാമകരണം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ. അപ്പോൾ സസ്യങ്ങളെ പേരിടുമ്പോൾ അത് കുറച്ചും കൂടിയും ഒതൻറ്റിക് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, പഠനത്തിന് സഹായമാവുന്ന രീതിയിൽ ഓരോ ജീവിയുടെയും ശാസ്ത്രീയ നാമം നിശ്ചയിക്കാൻ ശാസ്ത്രജ്ഞർക്ക് ഒരു നടപടിക്രമമുണ്ട്. അപ്പോൾ നമുക്കറിയാം, എല്ലായിടത്തും ഒരുപോലെ സ്വീകാര്യമാകുന്ന രീതിയിൽ വേണം ഒരു പേരിടാനായിട്ട്. കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ പപ്പായയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ പപ്പായനെ നമ്മളുടെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ. ചില സ്ഥലത്ത് കപ്പായ എന്ന് അറിയപ്പെടുന്നുണ്ട്, കപ്ലങ്ങ എന്ന് അറിയപ്പെടുന്നുണ്ട്, കറുമൂസ എന്ന് അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ പല പല പേരുകളിലും ഇത് അല്ലേ. പപ്ലങ്ങ എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകമെമ്പാടും വളരെയധികം വ്യത്യസ്തമായ രീതികളിൽ അറിയപ്പെടുന്ന സസ്യങ്ങളെ എല്ലായിടത്തും ഒരുപോലെ അംഗീകരിക്കുന്ന പേരുകൾ നൽകുക എന്നുള്ളതാണ് ശാസ്ത്രീയ നാമം നൽകുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണിത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് സസ്യങ്ങളുടെ ശാസ്ത്രീയ നാമം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു കോഡാണ് ഏത്? ഇന്റർനാഷണൽ കോഡ് ഫോർ ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ അല്ലേ. ICBN, ഇന്റർനാഷണൽ കോഡ് ഫോർ ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ, ICBN എന്ന് പറയുന്നത്. ദെൻ ഇവരെങ്ങനെയാണ് ശാസ്ത്രീയ നാമം നൽകുന്നത്? അംഗീകൃത തത്വങ്ങളെയും മാനദണ്ഡങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടാണ് ICBN അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോഡ് ഫോർ ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ സസ്യങ്ങൾക്ക് പേര് നൽകുന്നത്. ഇനി ജന്തുക്കൾക്ക് പേര് നൽകാൻ വേണ്ടി ജന്തു വർഗീകരണ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അനിമൽ ടാക്സോണമിസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു മാർഗരേഖയാണ് ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ, ICZN അല്ലേ. ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ ആണ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ജന്തുക്കളുടെ പേര് നൽകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സസ്യങ്ങളുടെ പേര് നൽകാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് ICBN, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ദെൻ ജന്തുക്കളുടെ പേര് നൽകാനായിട്ടുള്ളതാണ് ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ദെൻ ഇതിൽ ഇവരുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയ നാമം ഒരു ജീവിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഒരു ജീവിക്ക് മാത്രമുള്ളൂ ഈ ഒരു ശാസ്ത്രീയ നാമം, പല ജീവികൾക്ക് മിക്സ് ചെയ്ത് വരുന്നില്ല എന്ന് ഉറപ്പ് നൽകുക എന്നുള്ളതാണ് ഇന്റർനാഷണൽ കോഡിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇന്റർനാഷണൽ കോഡ് ഫോർ ബോട്ടാണിക്കൽ നോമൻക്ലേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ സസ്യങ്ങൾക്ക് പേര് നൽകുന്ന രീതിയെ പറയുന്ന പേരാണ് ദ്വിനാമ പദ്ധതി അഥവാ ബൈനോമിയൽ നോമൻക്ലേച്ചർ. അപ്പോൾ ഒരു ജീവിക്ക് രണ്ട് നാമങ്ങൾ ചേർത്ത് പേര് നൽകുന്ന സംവിധാനത്തെ ദ്വിനാമ പദ്ധതി അഥവാ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നു. അപ്പം നമുക്കറിയാം, ഹോമോ സാപ്പിയൻസ് മനുഷ്യരുടെ ശാസ്ത്രീയ നാമമാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജീവിക്ക് രണ്ട് പേരുകൾ നൽകുന്ന രീതിയിൽ വരുന്നതിനെയാണ് ദ്വിനാമ പദ്ധതി അഥവാ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഇതാരാണ് സ്റ്റാർട്ട് ചെയ്തത്? കാൾ ലിനേയസ് ആണ് ദ ഫാദർ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ദ്വിനാമ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസ് ആണ്. ഓക്കെ, ദ്വിനാമ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലിനേയസ് ആണ്. അദ്ദേഹമാണ് ഈ ഒരു ദ്വിനാമ പദ്ധതി ആരംഭിച്ചത് അല്ലേ. ദെൻ ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പേരിനും രണ്ട് പദങ്ങളുണ്ട്. ഒന്നാമത്തെ പദം എന്തിനെ സൂചിപ്പിക്കുന്നു? ജീനസ് നെയിമിനെ. രണ്ടാമത്തെ പദം എന്തിനെ സൂചിപ്പിക്കുന്നു? സ്പീഷ്യസ് നെയിമിനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ പദം ജീനസ് നെയിമിനെയും രണ്ടാമത്തെ പദം സ്പീഷ്യസ് നെയിമിനെയും സൂചിപ്പിക്കുന്നു അല്ലേ. അപ്പോൾ ജീനസിനെയും രണ്ടാം പദം സ്പീഷ്യസിനെയും സൂചിപ്പിക്കുന്നു. ദെൻ അദ്ദേഹം എങ്ങനെയാണ് ഈ ദ്വിനാമ പദ്ധതി കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് ഇടേണ്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളായി അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങളായിട്ടുള്ള ബൊട്ടാണിക്ക 1736 വന്ന ബൊട്ടാണിക്ക, ക്രിട്ടിക്ക ബൊട്ടാണിക്ക 1737 പ്രസിദ്ധീകരിച്ച ക്രിട്ടിക്ക ബൊട്ടാണിക്ക, ഇവയിൽ സസ്യങ്ങളുടെ പൊതുവായ പേരുകൾ എങ്ങനെ നൽകണമെന്ന്
ലിനേയസ് ഒരു നിയമങ്ങൾ നിർദ്ദേശിച്ചു. അപ്പോൾ ബൊട്ടാനിക്ക, ക്രിട്ടിക്ക, ബൊട്ടാനിക്ക 1736 വന്ന ബൊട്ടാനിക്ക, 1737 വന്ന ക്രിട്ടിക്ക, ബൊട്ടാനിക്ക എന്നിവയിൽ സസ്യങ്ങളുടെ പൊതുവായ പേരുകൾ എങ്ങനെ വേണമെന്ന് ലിനേയസ് നിർദ്ദേശിച്ചു. ദെൻ അദ്ദേഹം അതിനുവേണ്ടി ഒരു തത്വങ്ങൾ തന്നെ കൊണ്ടുവന്നു. ഒരു 5 റൂൾസ് പ്രധാനമായിട്ടും ഇതിനു വേണ്ടി കൊണ്ടുവന്നു. അതിൽ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം ബൈനോമിയൽ നോമൻക്ലേച്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൽ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, ശാസ്ത്രീയ നാമങ്ങൾ സാധാരണ ലാറ്റിൻ അല്ലെങ്കിൽ ലാറ്റിൻ ആക്കിയതോ ലാറ്റിനിൽ നിന്നും ഊരിത്തിരിഞ്ഞതോ ആയിരിക്കാം. ഓക്കെ. ദെൻ ശാസ്ത്രീയ നാമങ്ങൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ അവ പ്രിന്റ് ചെയ്യുമ്പോൾ ചെരിച്ച് ഇറ്റാലിക്സിൽ അത് എഴുതണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ശാസ്ത്രീയ നാമങ്ങൾ എപ്പോഴും ലാറ്റിൻ ആയിരിക്കണം, അല്ലെങ്കിൽ ലാറ്റിനിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായിരിക്കണം. വൈ ലാറ്റിൻ എന്നുള്ളതിന് കാരണം ലാറ്റിൻ എന്ന് പറയുന്നത് ഒരു കൺസേർവ്ഡ് ലാംഗ്വേജ് ആണ്. നമ്മുടെ സംസ്കൃതമൊക്കെ പോലെ കൊളോക്കിയൽ ചേഞ്ചസുകൾ അധികം വരാത്ത, മാറ്റങ്ങളൊന്നും വരാത്ത ഒരു കൺസേർവ്ഡ് ലാംഗ്വേജ് ആണ് ലാറ്റിൻ. അതുകൊണ്ടാണ് നമ്മൾ ലാറ്റിൻ നാമത്തിൽ അല്ലെങ്കിൽ ലാറ്റിൻ ലാംഗ്വേജിൽ നമ്മൾ എഴുതുന്നത്, ശാസ്ത്രീയ നാമങ്ങൾ എഴുതുന്നത്. അപ്പോൾ അതിന് മാറ്റങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, ദിവസങ്ങളിൽ പുതിയ പുതിയ ഇംഗ്ലീഷ് വേർഡുകൾ ഒറിജിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കൺസേർവ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ല മറ്റു ലാംഗ്വേജുകളൊന്നും. പക്ഷെ ലാറ്റിൻ എന്ന് പറയുന്നത് ഒരു കൺസേർവ്ഡ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് വ്യത്യസ്തതകൾ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ലാറ്റിൻ ലാംഗ്വേജിൽ ശാസ്ത്രീയ നാമങ്ങൾ നമ്മൾ രചിക്കുന്നത്. ഓക്കെ. ദെൻ ഇത് എഴുതുമ്പോൾ ഇറ്റാലിക്സിൽ എഴുതണം, അല്ലെങ്കിൽ പ്രിന്റഡ് ആവുമ്പോൾ ചെരിച്ച് എഴുതണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു റൂൾ എന്ന് പറയുന്നത്. ചെരിച്ച് എഴുതണം എന്നുള്ളതാണ് റൂൾ. ഇനി അടുത്തത്, ശാസ്ത്രീയ നാമത്തിൻ്റെ ആദ്യ വാക്ക് എന്തിനു സൂചിപ്പിക്കണം? ജീനസ് നെയിം ആയിരിക്കണം. രണ്ടാമത്തെ വാക്ക് സ്പീഷ്യസ് നെയിം ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ വാക്ക് ജീനസ് നെയിം ആയിരിക്കണം, രണ്ടാമത്തത് സ്പീഷ്യസ് നെയിം ആയിരിക്കണം. ഓക്കെ. അപ്പോൾ മാഞ്ചിഫ്ര ഇൻഡിക്ക എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, മാഞ്ചിഫ്ര എന്ന് പറയുന്നത് നമ്മുടെ ജീനസ് നെയിമാണ്. ദെൻ ഇൻഡിക്ക എന്ന് പറയുന്നത് സ്പീഷ്യസ് നെയിമാണ്. അപ്പോൾ ഒന്നാമത്തെ റൂള് ലാറ്റിൻ ആയിരിക്കണം, രണ്ടാമത് ഇറ്റാലിക്സിൽ അത് എഴുതിയിട്ടുണ്ടായിരിക്കണം, മൂന്നാമത്തത് ഇതെങ്ങനെയായിരിക്കണം? ശാസ്ത്രീയ നാമം എഴുതുമ്പോൾ ആദ്യത്തെ പദം അല്ലെങ്കിൽ ആദ്യത്തെ പേര് ജീനസ് നെയിം ആയിരിക്കണം, രണ്ടാമത്തെ പേര് സ്പീഷ്യസ് നെയിം ആയിരിക്കണം. ദെൻ ഒരു ശാസ്ത്രീയ നാമം കൈയെഴുത്താണെങ്കിൽ, അത് ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ, അതിൽ 2 വാക്കുകളും പരസ്പരം വേർതിരിച്ച് എഴുതിയിട്ടുണ്ടാവണം. മാഞ്ചിഫെറ, ഇൻഡിക്ക. ഓക്കെ. അപ്പം ഇത് രണ്ടും തിരിച്ച് എഴുതിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ കേഷ്യ, ഫിസ്റ്റുല, ഇങ്ങനെ ശാസ്ത്രീയ നാമങ്ങൾ തിരിച്ച് എഴുതിയിട്ടുണ്ടാവണം. അതിന് അടി വരച്ചിട്ടുണ്ടായിരിക്കണം. ഇനി ജീനസ് നാമം ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം, സ്പീഷ്യസ് നാമം സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ നിയമം എന്ന് പറയുന്നത്. ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ ഇതിനെ തിരിച്ച് എഴുതിയിട്ടുണ്ടാവണം, തിരിച്ച് എഴുതുമ്പോൾ അതിൻ്റെ അടിയിൽ വരച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഹാൻഡ് റിട്ടൺ അല്ലെങ്കിൽ ബോൾഡ് ലെറ്ററിലാണ് നമ്മൾ എഴുതണമെങ്കിലും ഇത് തിരിച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്തുണ്ടാവണം? 2 പദങ്ങളുടെ അടിയിൽ സെപ്പറേറ്റ് ചെയ്ത് വരച്ചിട്ടുണ്ടാവണം. ദെൻ നമ്മുടെ ജീനസ് നെയിം എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്പീഷ്യസ് നെയിം സ്മോൾ ലെറ്ററിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ദെൻ ഇനി അടുത്തത്, ശാസ്ത്രീയ നാമം കണ്ടെത്തിയ ആളുടെ പേര് നമ്മൾ ചേർക്കുകയാണെങ്കിൽ സ്പീഷ്യസ് നെയിം കഴിഞ്ഞതിന് ശേഷം അവരുടെ പേരിൻ്റെ സ്മോൾ വേർഷൻ ചേർക്കാനായിട്ട് പറ്റും. ഇപ്പോൾ മാഞ്ചിഫെറ ഇൻഡിക്ക, ലിൻ, അതായത് ലിനേയസ് ആണ് ഈ ഒരു പദം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അതുകൊണ്ട് മാഞ്ചിഫെറ ഇൻഡിക്ക ലിൻ എന്നുള്ള പേരിൽ വന്നു. അപ്പോൾ ശാസ്ത്രീയ നാമത്തിന് ശേഷം ഏതാളാണ്, ഏത് വ്യക്തിയാണ് ഇത് കണ്ടുപിടിച്ചത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ശാസ്ത്രീയ നാമത്തിൻ്റെ, അതായത് ജീനസിൻ്റെ സ്പീഷ്യസ് നെയിമിന് ശേഷമാണ് ഇതിൽ എഴുതേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത്, വ്യത്യസ്തമായ സ്പീഷ്യസ് നെയിമുകൾ തന്നിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയ നാമങ്ങൾ തന്നിട്ട് ഇതിലേതാണ് തെറ്റായിട്ടുള്ളത്, ഇതിലേതാണ് ശരിയായിട്ടുള്ളത്, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഇപ്പോൾ മാഞ്ചിഫെറ ഇൻഡിക്ക, കേഷ്യ ഫിസ്റ്റുല, അല്ലെങ്കിൽ കേഷ്യ ഫിസ്റ്റുല, സോളാനം, നൈഗ്രം,
Oryza sativa, ഒറൈസ സറ്റൈവ. അപ്പം ഇങ്ങനെ പേരുകൾ തന്നിട്ട് ഇതിലേതാണ് ശരിയായ ശാസ്ത്രീയ നാമം എന്ന് ചോദിക്കുക. അപ്പം നമുക്ക് നോക്കുമ്പോൾ ഇതെല്ലാം ശരിയായ ശാസ്ത്രീയ നാമം തന്നെയാണ്. അപ്പം നമുക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക, അവരുടെ എങ്ങനെയാണ് റൈറ്റ് ചെയ്തിരിക്കണേ കണ്ടോ. അപ്പോൾ സൊളാനം നൈഗ്രം ഇതാണ് ശരിയായ രീതിയിൽ റൈറ്റ് ചെയ്തിട്ടുള്ള ശാസ്ത്രീയ നാമം. ഇവിടെ നോക്കിക്കേ, ഇവിടെ സ്മോൾ ലെറ്ററിന് പകരം ക്യാപിറ്റൽ ലെറ്ററുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് വരുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റൂൾസ് വെച്ചിട്ട് എങ്ങനെയായിരിക്കണം ബൈനോമിയൽ നോമൻക്ലേച്ചർ വേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്തത് പ്രിൻസിപ്പിൾ 5 ICBN പ്രിൻസിപ്പിൾ 5 അനുസരിച്ച് ദി സ്റ്റേറ്റ് ദാറ്റ് സയൻറ്റിഫിക് നെയിം മസ്റ്റ് ബി ട്രീറ്റഡ് ഇഫ് ഇറ്റ് ഈസ് വേർ ലാറ്റിൻ ബട്ട് ഇറ്റ്സ് ആർട്ടിക്കിൾ 16 and 28 കോഡ് ഓൾസോ സ്പെസിഫൈ what form of name must be taken in hierarchy. The rank or category of hierarchy should as follows. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു കാറ്റഗറി ഉണ്ട്, ഹൈറാർക്കിയൽ ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥാന ക്രമീകരണ രീതിയുണ്ട്. ഈ രീതിക്ക് അനുസരിച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇൻ്റർനാഷണൽ കോഡ് ആർട്ടിക്കിൾ 1628 പ്രകാരം ഓരോ ഹൈറാർക്കിയൽ കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ റാങ്കുകൾക്കും പ്രത്യേകമായിട്ടുള്ള സഫിക്സ് വേണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പം നമുക്ക് ഒരു പേരിനെ സഫിക്സും പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ മുന്നിൽ വരുന്നതാണ്, സഫിക്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വരുന്നതാണ്. സോ ഇവിടെ സഫിക്സ് എങ്ങനെയായിരിക്കണം, ഓരോ റാങ്കിനും എങ്ങനെയായിരിക്കണം സഫിക്സ് എന്നുള്ളത്, ഹൈറാർക്കിയൽ ഓർഡറിലെ ഓരോ റാങ്കിനും എങ്ങനെയാണ് സഫിക്സ് എന്നുള്ളത് ആർട്ടിക്കിൾ 1628 ICBN ആർട്ടിക്കിൾ 1628 സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്, ഡിവിഷൻ അല്ലെങ്കിൽ ഫൈലെ ആണെങ്കിൽ ഫൈറ്റ എന്നുള്ളതായിരിക്കണം എന്ത് വേണ്ടത്, അവരുടെ സഫിക്സ് വരുന്നത്. അപ്പം മാഗ്നോലിയോ ഫൈറ്റ എന്ന് പറയുന്നതാണ് സഫിക്സ് നെയിം വരുന്നത്. സോ ഫൈറ്റ ആയിരിക്കണം എല്ലാ ഡിവിഷനുകൾക്കും വേണ്ടത്. ഓക്കെ, അപ്പം എല്ലാ ഡിവിഷനുകൾക്കും ഫൈറ്റ എന്നുള്ള രീതിയിലാണ് വേണ്ടത്. ഓക്കെ, ദെൻ ഇനി ക്ലാസ് ആണെങ്കിൽ ഓപ്സിഡ ആണ് വേണ്ടത്. ഓക്കെ, അപ്പം ലിലിയോപ്സിഡ കണ്ടോ, ഓപ്സിഡ ആയിരിക്കണം ക്ലാസ്സിൽ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്രയോപ്സിഡ കണ്ടോ, ബ്രയോപ്സിഡ ഇങ്ങനെ ഓപ്സിഡ എന്ന് പറയുന്നതായിരിക്കണം എന്തിൽ വേണ്ടത്, ക്ലാസ്സിൽ വേണ്ടത്. ഇനി ഓർഡർ ആണെങ്കിൽ എയിൽസ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്, മാഗ്നോലി എയിൽസ്, ലിലി എയിൽസ്. ഓക്കെ, എയിൽസ് ആണ് സഫിക്സിൽ വേണ്ടത്, ലെയിൽസ്. ദെൻ ഫാമിലിയിൽ വേണ്ടത് ACA ആണ്. എന്താണ് ACA, മാഗ്നോലി ലിസിയെ, ലിലി ACA, CA ആണ് ഫാമിലിയിൽ വേണ്ടത്, അക്കാന്തേസിയെ അല്ലെങ്കിൽ പോയേസിയെ. ഓക്കെ, അപ്പോൾ ഇവിടെ ACA എന്ന് പറയുന്നതാണ് ഏതിൽ വേണ്ടത്, ഫാമിലിയുടെ സഫിക്സ് ആയിട്ട് വേണ്ടത്. ദെൻ അടുത്തതാണ് ട്രൈബിൽ വേണ്ടത് EA ആണ്, മാഗ്നോലിയെ, ലിലിയെ. അപ്പോൾ ട്രൈബിൽ സഫിക്സ് ആയിട്ട് വേണ്ടത് മാഗ്നോലിയെ അല്ലെങ്കിൽ ലിലിയെ ആണ് വേണ്ടത്. ദെൻ ജീനസ് എപ്പോഴും ഒരു നൗൺ ആയിരിക്കണം. അപ്പോൾ മാഗ്നോലിയെ, ദെൻ ലിലിയം. ഓക്കെ, ജീനസ് എന്ന് പറയുന്നത് ഒരു നൗൺ ആയിരിക്കണം. ദെൻ സ്പീഷ്യസ് എപ്പോഴും ഒരു ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. അപ്പം ജീനസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതായിരിക്കണം സ്പീഷ്യസ് നെയിം എന്ന് പറയും. മാഗ്നോലിയെ ഗ്രാൻഡിഫ്ലോറ, ലിലിയം ഗ്രാൻഡിഫ്ലോറ. അതായത് ആ ജീവിയുടെ പ്രത്യേകതകളും സ്പീഷ്യസ് നെയിമുകളും എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഒരു ഡിപ്പെൻഡൻസ് ആയിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഓരോ റാങ്കുകൾക്കും ഓരോ സഫിക്സ് നിർബന്ധമാണ് എന്നുള്ളത് ICBN ആർട്ടിക്കിൾ 1628 പറയുന്നുണ്ട്. സോ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം, ഡിവിഷന് ഫൈറ്റ ആയിരിക്കണം സഫിക്സ്, ക്ലാസ് ഓപ്സിഡ, ഓർഡർ എയിൽസ്, ഫാമിലി ACA, ട്രൈബ് EA, ജീനസ് ഒരു നൗൺ ആയിരിക്കണം, സ്പീഷ്യസ് ഒരു ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. തീർച്ചയായും ഓർത്ത് വയ്ക്കുക. ഇതൊരു
സെക്കൻഡ് ലെവൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ തേർഡ് ലെവൽ ഹയർ കാറ്റഗറി ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു ഭാഗം ഓർത്ത് വെക്കുക. ക്ലാസ്സിന് ഏതാണ്? ഓബ്സിഡി ആണ്, ഓർഡറിന് എയിൽസ് ആണ്, ഫാമിലി AC ആണ്, ഫൈറ്റ ആണ്, എന്തിന് വരുന്നത്? ഡിവിഷന് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓരോ ഫാമിലിയിലും അല്ലെങ്കിൽ ഓരോ പ്രത്യേക ക്ലാസിഫിക്കേഷനിൽ വരുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ കുറിച്ചിട്ടായിരുന്നു. ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ റൂൾസ് എന്താണെന്നുള്ളത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ആരാണ് കൊണ്ടുവന്നത്? പിതാവ് എന്ന് പറയുന്നത് കാൾ ലീനിയേഴ്സ് ആണ് ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. ദെൻ എങ്ങനെയാണ് പേരുകൾ എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പേരുകൾ എന്ന് പറയുന്നത് ലാറ്റിൻ ആയിരിക്കണം, ലാറ്റിൻ പേരുകളായിരിക്കണം. ദെൻ ഇറ്റാലിക്സിലായിരിക്കണം അത് പ്രിൻറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത് ജീനസ് നെയിമും സ്പീഷ്യസ് നെയിമും ഉണ്ടായിരിക്കണം. ജീനസ് നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം, സ്പീഷ്യസ് നെയിം സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. ദെൻ ബോൾഡ് ആണെങ്കിൽ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. ദെൻ പിന്നെന്താണ്, നമുക്ക് ഇനി ശാസ്ത്രജ്ഞൻ്റെ പേര് ചേർക്കുകയാണെങ്കിൽ സ്പീഷ്യസ് നെയിമിന് ലാസ്റ്റായിട്ട് ഇങ്ങനെ ചേർക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. നമ്മൾ നോമൻക്ലേച്ചർ കഴിഞ്ഞു. അടുത്തത് നോമൻക്ലേച്ചർ ആരാണ് ചെയ്യണേന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞിരുന്നു. ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണ് ICBN അഥവാ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണ് സസ്യങ്ങൾക്ക് ശാസ്ത്രീയ നാമം കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ICBNൻ്റെ ഡീറ്റെയിൽസ് ആണ്. എന്തൊക്കെയാണ് ICBNൽ വരുന്നത്, അതുപോലെ തന്നെ ICBNൻ്റെ തത്വങ്ങൾ എന്താണ്, അവരുടെ പ്രൊവിഷൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. ആൽഗകൾ, ഫംഗസുകൾ, സസ്യങ്ങൾ ഇവയ്ക്കുള്ള അന്താരാഷ്ട്ര നാമകരണ കോഡ് ICN അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ കോഡ് ഓഫ് നോമൻക്ലേച്ചർ എന്നറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ICBN ആണ്. ഓക്കെ, അപ്പം നമ്മളുടെ ആൽഗകൾ, ഫംഗസുകൾ, സസ്യങ്ങൾ എന്നിവയ്ക്കുള്ള അന്താരാഷ്ട്ര നാമകരണ കോഡ് എന്ന് പറയുന്നത് ICBN ആണ്. സസ്യങ്ങൾ, ഫംഗസുകൾ, മറ്റ് ജീവജാലങ്ങൾ എന്നിവയുടെ നാമകരണവുമായി ബന്ധപ്പെട്ട് നിയമങ്ങളുടെയും ശുപാർശകളുടെയും ഒരു കൂട്ടമാണ് ICBN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ICBN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് നാമകരണം ചെയ്യേണ്ടത് എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയമങ്ങളുടെ കൂട്ടമാണ്. ഓക്കെ, പാരമ്പരാഗതമായി ആൽഗകൾ, ഫംഗസുകൾ അല്ലെങ്കിൽ സസ്യങ്ങൾ എന്നിവയെല്ലാം ഒരുപോലെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇവയെല്ലാം പ്രധാനമായിട്ടും ICBN തന്നെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ICBNനെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചറിനെ 3 ഭാഗങ്ങളായി തിരിക്കാം. ICBNൻ്റെ തത്വങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഭാഗം, നിയമങ്ങളും ശുപാർശകളും ഉൾപ്പെടുന്ന റൂൾസ് ആൻഡ് റെക്കമെൻഡേഷൻ ഉൾപ്പെടുന്ന ഒരു ഭാഗം, വ്യവസ്ഥകൾ പ്രൊവിഷൻസ് ഉൾപ്പെടുന്ന ഒരു ഭാഗം. അപ്പോൾ ICBNനെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. പ്രിൻസിപ്പിൾസ്, റൂൾസ് ആൻഡ് റെക്കമെൻഡേഷൻ ആൻഡ് പ്രൊവിഷൻസ്. തത്വങ്ങൾ, നിയമങ്ങളും ശുപാർശകളും വ്യവസ്ഥകളും. തത്വത്തിൻ്റെ ലക്ഷ്യം അന്താരാഷ്ട്ര സസ്യനാമ നിയമ സംഹിത സംബന്ധിച്ച തീരുമാനങ്ങളെ നയിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ICBNൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊരു ഇൻ്റർനാഷണൽ കോഡാണ്. അപ്പം ലോകത്തിൽ എല്ലായിടത്തും ഒരുപോലെ ഉപയോഗിക്കാവുന്ന സസ്യനാമകരണങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ICBNൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ ICBN ചില തത്വങ്ങളുടെയും നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ICBNൻ്റെ തത്വത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സസ്യനാമ നിയമ സംഹിത ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് ICBNൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? അതിൽ അന്താരാഷ്ട്ര തലത്തിൽ സാധുതയുള്ള ഏതൊരു ടാക്സണിനും ശരിയായ പേര് നൽകുക എന്നതാണ് ICBNൻ്റെ ആദ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ രാജ്യത്തും ഓരോ ഭാഷയിലും എല്ലാ സസ്യങ്ങൾക്കും ഓരോ സാധനങ്ങൾക്കും ഓരോ കൊളോക്കിയൽ നെയിമുകളുണ്ട്. അപ്പോൾ അത് നിലനിൽക്കെ തന്നെ ലോകത്തിലാകമാനം സാധുതയുള്ള ഒരു രീതിയിൽ ഓരോ ടാക്സണിനും കൃത്യമായിട്ടുള്ള പേര് നൽകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ICBNൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്.
ഇതിൽ വരുന്ന പ്രധാന 3 ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരമായ നാമകരണ രീതി നൽകുക. എല്ലാ സമയവും ഉപയോഗിക്കാവുന്ന, എന്നും നിലനിൽക്കാവുന്ന ഒരു നാമകരണ രീതി നൽകുക. അതുകൊണ്ടാണ് ICBNന്റെ നാമങ്ങൾ എപ്പോഴും എന്തിലെഴുതുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ലാറ്റിൻ ലാംഗ്വേജിൽ, കൺസേർവ്ഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ലാറ്റിൻ ലാംഗ്വേജിൽ എഴുതുന്നത്. ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പേരുകൾ ഒഴിവാക്കുക, നിരസിക്കുക. അപ്പം ഓരോ ആൾക്കാരിടുന്ന പേരുകൾ പലതും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിലും പിന്നെ ഒരു പ്രാവശ്യമുള്ള പേര് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഇതിനൊക്കെ ഒഴിവാക്കി മാറ്റുക. പിന്നെ ആവശ്യമില്ലാതെ ഉപയോഗശൂന്യമായ പേരുകൾ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്നത് ഒഴിവാക്കുക. അങ്ങനെ 3 പ്രധാന ലക്ഷ്യങ്ങളാണ് ICBNനുള്ളത്. ഒന്ന് സ്ഥിരമായ നാമകരണ രീതി, ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പേരുകൾ ഒഴിവാക്കുക, പേരുകൾ ഉപയോഗശൂന്യമായി സൃഷ്ടിക്കുന്നത് ഒഴിവാക്കുക എന്നിവയാണ് ICBNന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ICBNന്റെ തത്വങ്ങളെ കുറിച്ചിട്ടാണ്. ICBNന്റെ തത്വങ്ങൾ എന്ന് പറയുമ്പം പ്രധാനമായിട്ടും 6 തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ICBN പോകുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ തത്വം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആൻഡ് ഫോർവേഡ് പ്രിൻസിപ്പിൾ ആണ്. ഇത് ഫസ്റ്റ് പ്രിൻസിപ്പിളാണ്, സ്ട്രെയിറ്റ് ആൻഡ് ഫോർവേഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം നേരായ രീതിയിലുള്ള നാമകരണങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പം സസ്യശാസ്ത്ര നാമകരണത്തിൽ നിന്നും ജന്തുശാസ്ത്ര നാമകരണം സ്വതന്ത്രമാണ്. അപ്പം ഇതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ പറഞ്ഞിരുന്നു 2 കോഡുകളാണ്. ഒന്ന് ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചറും 2 ഇന്റർനാഷണൽ കോഡ് ഓഫ് ബോട്ടാണിക്കൽ നോമൻക്ലേച്ചറും. ഇത് ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് സസ്യങ്ങൾക്ക് പേര് നൽകാനും സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് ജന്തുക്കൾക്ക് പേര് നൽകാനാണ്. അപ്പം അതുകൊണ്ട് തന്നെ സസ്യശാസ്ത്ര നാമകരണത്തിൽ നിന്നും ജന്തുശാസ്ത്ര നാമകരണം സ്വതന്ത്രമാണ്. സസ്യങ്ങളായി കണക്കാക്കപ്പെടുന്ന ടാക്സോണമിക് ഗ്രൂപ്പുകളുടെ പേരുകൾക്കും ഈ കോഡ് ഒരുപോലെ ബാധകമാണ്. അപ്പോൾ സസ്യങ്ങളായി കണക്കാക്കുന്ന എല്ലാ ടാക്സോണമിക് ഗ്രൂപ്പുകൾക്കും ഈ കോഡ് നിർബന്ധമാണ്. ഈ ഗ്രൂപ്പുകൾ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ തന്നെ. ഓക്കെ, അപ്പം ഈ സ്ട്രെയിറ്റ് ആൻഡ് ഫോർവേഡ് പ്രിൻസിപ്പിൾ പറയുന്നത് സസ്യനാമകരണവും ജന്തുനാമകരണവും വ്യത്യസ്തങ്ങളാണ്, അല്ലെങ്കിൽ അവർ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന എൻറ്റിറ്റികളാണ്. പിന്നെ എന്ന് പറയുന്നത് സസ്യങ്ങളായി കണക്കാക്കപ്പെടുന്ന ടാക്സോണമി ഗ്രൂപ്പുകളുടെ പേരുകൾക്ക് ഈ കോഡ് ഒരുപോലെ ബാധകമാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ട് ഈ കോഡ് അനുസരിച്ചിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇനി ഈ ഗ്രൂപ്പുകൾ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നോ, അതായത് സസ്യങ്ങളായിരുന്നോ അല്ലയോ എന്നുള്ളതെന്ന് അവർ കണക്കാക്കുന്നില്ല. സസ്യങ്ങളായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ കോഡ് അനുസരിച്ചിട്ട് മാത്രമേ പേരുകൾ നൽകാൻ പാടുള്ളൂ. ഇനി ഒരു ജീവിയെ ഒരു സസ്യമായി കണക്കാക്കിയാൽ അതിന് സസ്യശാസ്ത്ര കോഡ് അനുസരിച്ച് പേര് നൽകണം. അതിനെ ഒരു മൃഗമായോ ബാക്ടീരിയയോ കണക്കാക്കിയാൽ അതിന് ജന്തുശാസ്ത്ര കോഡ്, ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിയോളജിക്കൽ കോഡ് അനുസരിച്ചിട്ട് പേര് നൽകണം. ഓക്കെ, അപ്പോൾ ഇനി ഒരു ജീവിയെ സസ്യമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിന് സസ്യശാസ്ത്ര കോഡ് അനുസരിച്ച് മാത്രമേ പേര് നൽകാൻ പാടുള്ളൂ. ഇനി ഒരു ജന്തു ആയിട്ടാണെങ്കിൽ ജന്തുശാസ്ത്ര കോഡ്, ഒരു ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിയൽ കോഡ് അനുസരിച്ച് പേര് നൽകണം എന്നുള്ളതാണ് സ്ട്രെയിറ്റ് ഫോർവേഡ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സസ്യശാസ്ത്ര നാമകരണം ജന്തുശാസ്ത്ര നാമകരണത്തിൽ നിന്നും വ്യത്യസ്തമാണ് അല്ലെങ്കിൽ സ്വതന്ത്രമാണ്. ഇനി സസ്യങ്ങളായി കണക്കാക്കപ്പെടുകയാണെങ്കിൽ ഇന്റർനാഷണൽ കോഡ് ഓഫ് ബോട്ടണിക്കൽ നോമൻക്ലേച്ചർ വഴിയേ അവർക്ക് പേര് നൽകാൻ പാടുള്ളൂ. ഇനി ജന്തുവായി കണക്കാക്കുകയാണെങ്കിൽ ജന്തുശാസ്ത്ര കോഡ് അനുസരിച്ച്, ബാക്ടീരിയ ആയി കണക്കാക്കുകയാണെങ്കിൽ ബാക്ടീരിയകൾക്ക് ഇന്റർനാഷണൽ കോഡ് ഫോർ ബാക്ടീരിയോളജിക്കൽ നോമൻക്ലേച്ചർ അനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പേര് നൽകാൻ പാടുള്ളൂ. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ടൈപ്പ് പ്രിൻസിപ്പിളാണ്. രണ്ടാമത്തെ തത്വം നാമകരണ തരം ഒരു പേരിൻ്റെ അർത്ഥവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കുന്നതാണ് രണ്ടാമത്തെ തത്വം. ഓക്കെ, അപ്പം നാമകരണ തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമകരണ നോമൻക്ലേച്ചർ ടൈപ്പ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാമകരണ തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമൻക്ലേച്ചർ ടൈപ്പാണ് നാമകരണ തരം. അപ്പോൾ ഈ നോമൻക്ലേച്ചർ ടൈപ്പ് എന്ന് പറയുന്നത് അവരുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒരു സാങ്കല്പിക സാഹചര്യത്തിൽ രചയിതാവ് ആ പേരിൽ നിന്ന് ഏത് തരം സസ്യത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് സംശയമുണ്ടെങ്കിൽ ടൈപ്പ് സ്പെസിമെൻ പരിശോധിക്കാൻ നിർദ്ദേശിക്കുന്നു. അപ്പോൾ ഏത് ടൈപ്പിലുള്ള സസ്യത്തെയാണ് ഉദ്ദേശിക്കണമെങ്കിൽ ടൈപ്പ് സ്പെസിമെൻ പരിശോധിക്കാൻ നിർദ്ദേശിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണിത്. അതിനാൽ സാഹചര്യം പരിഗണിക്കാതെ പേര് അതിൻ്റെ ടൈപ്പ് സ്പെസിമെൻ ആയിട്ട് ഉൾപ്പെടുത്തണം. അപ്പോൾ ഏത് സാഹചര്യത്തിലായാലും
നോമൻക്ലേച്ചർ ടൈപ്പ് അല്ലെങ്കിൽ ടൈപ്പ് സ്പെസിമെൻ ആയിട്ട് വേണം എന്തുണ്ടാക്കാൻ പാടുള്ളൂ, ടൈപ്പ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് പേരുണ്ടാക്കാനായിട്ട് പാടുള്ളൂ. വിവിധ തരം മാതൃകകൾ അതിനുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളവയാണ് ഹോളോ ടൈപ്പുകൾ, നിയോ ടൈപ്പുകൾ, ലൂക്കോസൈറ്റുകൾ, എപ്പിടോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹോളോ ടൈപ്പുകളായിട്ടോ നിയോ ടൈപ്പുകളായിട്ടോ ലൂക്കോസൈറ്റുകൾ ടോപ്പുകളായിട്ടോ പേരുകൾ കൊടുക്കാം. അപ്പം നമ്മൾ ഇതൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഹോളോ ടൈപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നിയോ ടൈപ്പുകൾ എന്താണ്, ലൂക്കോ ടൈപ്പുകൾ എങ്ങനെയാണ് ഈ പേരുകൾ കൊടുക്കണേ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ പ്രിൻസിപ്പിളിനെ കുറിച്ച് മനസ്സിലാക്കുക. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമകരണ തരങ്ങളായിട്ട് മാത്രമാണ് പേര് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നോമൻക്ലേച്ചർ ടൈപ്പുകളായിട്ട്. അപ്പോൾ ഒരു സ്പെസിമെൻ ടൈപ്പ് വെച്ചിട്ട് ഇപ്പം നമ്മളൊരു ലൈക്കൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ച സമയത്ത് ക്രസ്റ്റോസ് ലൈക്കൺ, ഫോളിയോസ് ലൈക്ക്, ഫ്രൂട്ടിക്കോസ് ലൈക്കൺ പറഞ്ഞ് പഠിച്ചപ്പോൾ നമ്മളൊരു ടൈപ്പ് വെച്ചിട്ടാണ് ഫ്രൂട്ടിക്കോസ് ലൈക്കനെ കുറിച്ച് പഠിച്ചത്. അസ്നിയാണ് നമുക്ക് ഒരു ലൈക്കൺ ടൈപ്പായിട്ട് പഠിക്കാനുണ്ടായി. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ടൈപ്പ് സ്പെസിമെൻ പരിശോധിച്ചിട്ട് വേണം ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിലുള്ള ഇതിനൊക്കെ നോക്കിയിട്ട് പേരുകൾ കൊടുക്കാനായിട്ട്. അപ്പം ഇനി ഈ എന്താണ് ഹോളോ ടൈപ്പുകൾ, നിയോ ടൈപ്പുകൾ എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ആദ്യം നമുക്ക് റൂൾസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിലിങ്ങിലോട്ട് പോവാം. അപ്പോൾ ഇത്രയും മാത്രം ഓർത്ത് വെക്കുക. ടൈപ്പ് സ്പെസിമെനെ നിർദ്ദേശിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ പരിശോധിച്ചതനുസരിച്ചിട്ട് വേണം നമ്മൾ പേരുകൾ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ടൈപ്പ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ തത്വം പ്രിൻസിപ്പിൾസ് ഓഫ് പ്രിയോറിറ്റി. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രിയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിദ്ധീകരണത്തിൻ്റെ മുൻഗണനയെ അടിസ്ഥാനമാക്കിയാണ് ടാക്സോണമിക് ഗ്രൂപ്പുകളുടെ നാമകരണം ചെയ്യുന്നത്. അപ്പം ഈ മൂന്നാമത്തെ തത്വം അനുസരിച്ച് ഏതെങ്കിലും കാരണത്താൽ ഒരു ടാക്സോണമിക് ഗ്രൂപ്പിന് രണ്ടോ അതിലധികമോ പേരുകൾ ലഭിക്കുമ്പോൾ അതിൻ്റെ സാധുത തെളിയിച്ചതിന് ശേഷം നിയമാനുസൃതമായി പ്രസിദ്ധീകരിച്ച ആദ്യത്തെ നാമത്തെ ശരിയായി നിയുക്തമാക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു എങ്ങനെയാണോ പേരുകൾ കൊടുക്കേണ്ടത്, ടൈപ്പ് സ്പെസിമെൻ അനുസരിച്ച് ആ പേര് കൊടുക്കേണ്ടത്, ഇന്റർനാഷണൽ കോഡ് ഓഫ് ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ അനുസരിച്ചിട്ടായിരിക്കണം പേര് കൊടുക്കേണ്ടത്. അങ്ങനെ പേര് കൊടുത്തപ്പോൾ 2-3 പേരുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഏതാണോ ആദ്യം വന്നത് അത് ഇന്റർനാഷണൽ കോഡ് ഓഫ് ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ അനുസരിച്ചിട്ടാണ്, അതിൻ്റെ നിയമത്തിലനുസരിച്ചിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിനെയാണ് ആദ്യത്തെ പേരായിട്ട് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ ഇന്റർനാഷണൽ കോഡ് ഓഫ് ബോട്ടാണിക്കൽ നോമൻക്ലേച്ചറിൻ്റെ ആദ്യത്തെ പേരായിട്ട് ആദ്യമായി വന്നതിനെയാണ് പരിഗണിക്കുക. അടുത്ത പ്രിൻസിപ്പിൾ 4 ആണ്, പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിക്നെസ്. ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒഴികെ നിയമങ്ങൾ അനുസരിച്ച് ഒരു പ്രത്യേക സ്ഥാനം, പരിച്ഛേദം, റാങ്ക് എന്നിവയുള്ള ഓരോ ടാക്സോണമിക് ഗ്രൂപ്പിനും ഒരു ശരിയായ പേര് മാത്രമേ വഹിക്കാൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ സ്ഥാനത്തിനും അനുസരിച്ച് എന്തുണ്ട്, ഓരോ നാമങ്ങളുണ്ട്, ഓരോ സഫിക്സുകൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലിലിയേസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ACA എന്ന് പറയുന്നത് ഫാമിലികൾക്ക് കൊടുക്കുന്നതാണ് അല്ലേ. അപ്പം അങ്ങനെ ഓരോ സ്ഥാനത്തിനും, ഇനി ജീനസ് ആണെങ്കിൽ അതൊരു നൗൺ ആയിരിക്കണം, സ്പീഷ്യസ് നെയിം ആണെങ്കിൽ അതൊരു ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. ഇങ്ങനെ ഓരോ നിയമം ഉണ്ട് എന്നുള്ളത്, ഓരോ കോഡിനും ഓരോ റാങ്കിനും ഇന്റർനാഷണൽ കോഡ് അനുസരിച്ച് എന്തുണ്ട്, ഓരോ പേരുകളുണ്ട്, ശരിയായ പേരുകളുണ്ട്. അതിനനുസരിച്ച് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ദെൻ അദ്വിതീയ തത്വം അനുസരിച്ച് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിക്നെസ് അനുസരിച്ച് നൽകിയിരിക്കുന്ന ഒരു ടാക്സോണമിക് ഗ്രൂപ്പിന് ഒരു പേര് മാത്രമേ ശരിയാകൂ. ഇത് ലോകമെമ്പാടും പിന്തുടരേണ്ടതാണ്. അപ്പോൾ ഈ യൂണിക്നെസ് അനുസരിച്ച് ഓരോ ടാക്സോണമിക് ഗ്രൂപ്പിനും, ഇപ്പോൾ ഫാമിലിക്കാണെങ്കിൽ AC അവസാനം വരുന്നത്, ജീനസ് നെയിം ആണെങ്കിൽ ഒരു നൗണാണ് വരുന്നത്, അങ്ങനെ തന്നെ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് ലോകമെമ്പാടും പിന്തുടരേണ്ടതാണെന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ തത്വം ആസ് ഇറ്റ് ഷുഡ് ബി പ്രിൻസിപ്പിൾ. അഞ്ചാമത്തെ തത്വം എന്ന് പറയുന്നത് എല്ലാ ടാക്സോണമിക് ഗ്രൂപ്പുകളുടെയും ശാസ്ത്രീയ നാമങ്ങൾ അവയുടെ ഉത്ഭവം പരിഗണിക്കാതെ ലാറ്റിൻ ആയിട്ട് തന്നെ കണക്കാക്കപ്പെടണം. ഓക്കെ, അപ്പോൾ ഇത് കേരളത്തിൽ നിന്നാണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ട് കേരള പേര് നൽകാം എന്നുള്ളതില്ല. എവിടെ നിന്നാണോ അത് ഉത്ഭവിച്ചു എന്നുള്ളത് അവിടെ
കണക്കാക്കപ്പെടുന്നില്ല. പകരം ആസ് ഇറ്റ് ഷുഡ് ബി പ്രിൻസിപ്പിൾ, അതായത് അത് ലാറ്റിൻ ആയിട്ട് തന്നെ കണക്കാക്കപ്പെടേണ്ടതാണ്. ലാറ്റിൻ ലാംഗ്വേജിൽ മാത്രമേ ഇത് എഴുതാവൂ, ഇത് ലാറ്റിൻ ആയിട്ട് മാത്രമേ കണക്കാക്കപ്പെടാവൂ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ആസ് ഇറ്റ് ഷുഡ് ബി പ്രിൻസിപ്പിൾ. ലാറ്റിൻ ലാംഗ്വേജ് നമ്മൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കണതെന്ന് പറഞ്ഞാൽ അതൊരു കൺസേർഡ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ ലാറ്റിൻ ലാംഗ്വേജിൽ മാത്രമേ ഇത് കണക്കാക്കപ്പെടാവൂ എന്ന് പറയുന്നതാണ് 5ാമത്തെ റൂൾ എന്ന് പറയുന്നത്. എല്ലാ ടാക്സോണമിക് ഗ്രൂപ്പുകളെയും അവയുടെ ശാസ്ത്രീയ നാമങ്ങൾ പോലെ ലാറ്റിനായി കണക്കാക്കണമെന്ന വസ്തുതയിലേക്ക് ഈ സ്വയം വിശദീകരണ പ്രസ്താവന വെളിച്ചം വീശുന്നു. ഓക്കെ, അപ്പോൾ ആസ് ഇറ്റ് ഷുഡ് ബി പ്രിൻസിപ്പിൾ എങ്ങനെയാണോ അതുള്ളത് അത് ലാറ്റിൻ ലാംഗ്വേജിലായിരിക്കണം, എല്ലാവർക്കും ഈ ലാറ്റിൻ ലാംഗ്വേജ് ബാധകമാണ് എന്ന് വരുന്ന പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ 5 എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് പ്രിൻസിപ്പിൾ 6, റിട്രോ ആക്ടിവിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ നാമകരണ നിയമങ്ങൾ വ്യക്തമായി പരിമിതപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവ മുൻകാല പ്രാബല്യമുള്ളതാണ്. അപ്പോൾ കോഡ് മാറ്റുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ടാക്സണിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റിട്രോ ആക്ടിവിറ്റി തത്വം എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും അടുത്ത അന്താരാഷ്ട്ര സസ്യശാസ്ത്ര കോൺഗ്രസിൽ വോട്ട് ചെയ്യുന്നത് വരെ അവ നിർദ്ദേശങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ 6 റിട്രോ ആക്ടിവിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് എല്ലാ നിയമങ്ങളും നിയമങ്ങൾ വ്യക്തമായി പരിമിതിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് മുൻകാല പ്രാബല്യമുള്ളതാണ്. അതായത് ഇതെല്ലാം ഒരു നിയമങ്ങളായിട്ട് വന്നിട്ടില്ലെങ്കിലും കൂടി അത് മുൻകാല പ്രാബല്യമാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു പേര് മാറ്റണം അല്ലെങ്കിൽ ഒരു കോഡ് മാറ്റണമെങ്കിൽ അത് സസ്യശാസ്ത്ര കോൺഗ്രസിൽ വോട്ട് ചെയ്യുന്നത് വരെ അത് മാറ്റാൻ പറ്റില്ല. അത് വോട്ട് ചെയ്തെടുത്ത് അതൊരു പ്രിൻസിപ്പിളായ തത്വങ്ങളായിട്ട് മാറിയാൽ മാത്രമേ അത് തത്വമായിട്ട് പരിഗണിക്കുള്ളൂ. അതുവരെ ഇത് നമ്മൾ കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും കൊടുക്കുന്ന ഒരു നിർദ്ദേശമായിട്ട് അതിനെ പരിഗണിക്കൂ എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ 6 പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു നിർദ്ദേശമായിട്ട് മാത്രമേ പരിഗണിക്കുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് വരുന്നതെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ് പ്രിൻസിപ്പിൾ വരുന്നത്? ഒന്നാമത്തത് സ്ട്രെയിറ്റ് ആൻഡ് ഫോർവേഡ് പ്രിൻസിപ്പിൾ. ഇവിടെ സസ്യശാസ്ത്രവും ജന്തുശാസ്ത്രവും അതുപോലെ തന്നെ ബാക്ടീരിയ ശാസ്ത്രവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് അവർക്ക് ഓരോ സെപ്പറേറ്റ് കോഡ് ഉണ്ട്. ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ ജന്തുക്കൾക്കും, ഇന്റർനാഷണൽ കോഡ് ഓഫ് ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ സസ്യങ്ങൾക്കും, ദെൻ ബാക്ടീരിയോളജിക്കൽ നോമൻക്ലേച്ചർ ബാക്ടീരിയകൾക്കും നൽകണമെന്ന് പറയുന്ന ഒരു കോഡാണ് കോഡ് 1 സ്ട്രെയിറ്റ് ഫോർവേഡ് പ്രിൻസിപ്പിൾ. രണ്ടാമത്തത് ടൈപ്പ് പ്രിൻസിപ്പിൾ ആണ്. ഏതെങ്കിലും ഒരു ടൈപ്പ് സ്പെസിമെനെ പരിശോധിച്ചിട്ട് വേണം നാമകരണം നൽകാമെന്ന് പറയുന്ന ഇതാണ് രണ്ടാമത്തെ തത്വം. മൂന്നാമത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രിയോറിറ്റി. ആദ്യം വരുന്ന പേരുകൾക്കായിരിക്കും മുൻഗണന ഉണ്ടാവുക. ആ പേരുകൾ നിയമം അനുസരിച്ചിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതാണ് പ്രാബല്യത്തിൽ വരിക എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രിയോറിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് യൂണിക്നെസ് എന്ന് പറയുന്നത് എല്ലാ ടാക്സോണമിക് റാങ്കുകൾക്കും ഓരോ രീതിയിൽ മാത്രമേ പേര് കൊടുക്കാൻ പാടുള്ളൂ. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിക്നെസ് എന്ന് പറയുന്നത്. അത് എല്ലാ ഗ്രൂപ്പുകൾക്കും പിന്തുടരണം എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് യൂണിക്നെസ്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് 5, അതായത് ആസ് ഇറ്റ് ഷുഡ് ബി പ്രിൻസിപ്പിൾ പറയുന്നത് ശാസ്ത്രീയ നാമങ്ങൾ ലാറ്റിനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യണം. ദെൻ പ്രിൻസിപ്പിൾ 6 റിട്രോ ആക്ടിവിറ്റി പ്രിൻസിപ്പിൾ, നിയമസാധുതകളുള്ള പേരുകൾ അത് മുൻകാല പ്രാബല്യമുള്ളതാണ്. അത് പിന്നീട് മാറ്റണമെങ്കിലോ കോഡിൻ്റെ നിയമങ്ങൾ എന്തെങ്കിലും മാറ്റണമെങ്കിൽ അതിന് ഒരു പുതിയ സസ്യശാസ്ത്ര കോൺഗ്രസ്സിൽ വെച്ചിട്ട് അത് വോട്ടിട്ടിട്ട് വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അതുവരെ അത് നിർദ്ദേശങ്ങളായിട്ട് കണക്കാക്കും എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾ 6. അപ്പോൾ പ്രധാനമായിട്ടും 6 റൂളുകളാണ് ICBNനും ഉള്ളത്. 6 തത്വങ്ങളാണ്, റൂളുകളല്ല, 6 തത്വങ്ങളാണ് ICBN ഉള്ളത്. ICBN എന്താണ്? ഇന്റർനാഷണൽ കോഡ് ഓഫ് ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ. അപ്പം എന്താണ് ICBNന്റെ നിയമങ്ങളും അതേപോലെ തന്നെ ശുപാർശകളും? അതിൽ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ശ്രേണി പരമ്പരയിലെ വിഭാഗങ്ങളിൽ റാങ്കുകളുടെയും പേരുകളുടെയും പരമ്പര ICBN നിർണ്ണയിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ICBN ആണ് ഓരോ റാങ്കുകളുടെയും പേരുകളുടെയും ശ്രേണി എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിർദ്ദേശിക്കുന്നത്. ഈ റാങ്കുകളെ അവരോഹണ ക്രമത്തിൽ രാജ്യം, ഫൈലം, ക്ലാസ്, ക്രമം, കുടുംബം, ജനുസ്, നമുക്കറിയാം അല്ലേ എങ്ങനെയാണ് നമ്മൾ ഹൈറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കിങ്ഡം,
kingdom, phylum or division, then class, order, family, genus, സ്പീഷ്യസ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഹൈറാർക്കിയൽ ഓർഡറിലായിരിക്കണം ഇത് ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. രാജ്യം, ഫൈലം, ക്ലാസ്, ക്രമം, കുടുംബം, ജനുസ്, സ്പീഷ്യസ് എന്നിങ്ങനെ നിയുക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കണം ICBNൻ്റെ റാങ്കുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് ICBN എങ്ങനെയാണ് ഒരു റൂൾ ഇറക്കിയിട്ടുണ്ട്. അതൊരു അവരോഹണ ക്രമത്തിലായിരിക്കണം എന്നുള്ളത് നിയുക്തമാക്കിയിരിക്കണം. അതാണ് ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് നാമകരണം സംബന്ധിച്ച് പേരുകൾ സ്ഥാപിക്കണം എന്നാണ്. അതായത് രണ്ടാമത്തെ റൂൾ പറയുന്നത് നാമകരണം സംബന്ധിച്ചിട്ടാണ്, പേരുകൾ എങ്ങനെ സ്ഥാപിക്കണം എന്നുള്ളതാണ്. ഇത് ഒരൊറ്റ മാതൃകയിലോ ഒരു ഹെർബേറിയം ഷീറ്റിലെ സസ്യങ്ങളിലോ തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയായിരിക്കണം? ഒരൊറ്റ മാതൃകയിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഹെർബേറിയം ഷീറ്റിലെ സസ്യങ്ങളിലായിരിക്കണം. ഇവയെ ഹോളോ ടൈപ്പ്, ലെക്ടോ ടൈപ്പ്, നിയോ ടൈപ്പ്, സിൻ ടൈപ്പ്, ഐസോ ടൈപ്പ്, പാരാ ടൈപ്പ് എന്നിങ്ങനെ വിവിധ തരങ്ങളിലുള്ള ടൈപ്പ് സ്പെസിമെൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ടൈപ്പ് സ്പെസിമെൻ എന്തായാലും വേണം എന്നുള്ളത് നമ്മൾ പ്രിൻസിപ്പിളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ എങ്ങനെയായിരിക്കണം ഇവയെ തിരിക്കേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ റൂള് പറയുന്നത്. ഓക്കെ, നാമകരണം തിരിച്ചിട്ട് എങ്ങനെയായിരിക്കും ഇവർക്ക് നാമകരണം നൽകേണ്ടതെന്നുള്ളതാണ്. ഇനി അപ്പം നമുക്കറിയണം എന്താണ് ഒരു ടൈപ്പ് സ്പെസിമെൻ എന്നറിയണം. എന്താണ് ടൈപ്പ് സ്പെസിമെൻ? വർഗീകരണ ശാസ്ത്രത്തിൽ ഒരു പുതിയ സ്പീഷ്യസ്, ജനുസ് അല്ലെങ്കിൽ മറ്റ് ടാക്സൺ എന്നിവയ്ക്ക് സ്ഥിരമായി റെഫറൻസ് ആയി വർത്തിക്കുന്ന ഒരു സംരക്ഷിത മാതൃകയാണ് ടൈപ്പ് സ്പെസിമെൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടാക്സണോ അല്ലെങ്കിൽ ഒരു സ്പീഷ്യസിനോ ഒരു ജീനസിനെയോ ഒക്കെ സ്ഥിരമായിട്ട് റെഫറൻസിന് വേണ്ടി വെക്കുന്ന ഒരു സംരക്ഷിത മാതൃകയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈപ്പ് സ്പെസിമെൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫൈലം അനലിഡ പഠിക്കുന്ന സമയത്ത് നമ്മൾ നീരിസ് ആണ് അതിൻ്റെ ടൈപ്പ് സ്പെസിമെൻ ആയിട്ട് കണക്കാക്കുന്നത്. അതുപോലെ ഓരോ ടാക്സണും ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടൈപ്പ് സ്പെസിമെൻ ഉണ്ടായിരിക്കും. ഈ ടൈപ്പ് സ്പെസിമെൻ എങ്ങനെയായിരിക്കണം എന്ന് രണ്ടാമത്തെ റൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് രണ്ടാമത്തെ റൂൾ അതൊരു ഹെർബേറിയം മാതൃകയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഹെർബേറിയം ഷീറ്റിലൊക്കെ ഉള്ള ഒരു സസ്യങ്ങളായിരിക്കണം ടൈപ്പ് സ്പെസിമെൻ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അടിസ്ഥാനപരമായ ഒരു ഗ്രൂപ്പിൻ്റെ യഥാർത്ഥ ഉദാഹരണമായിരിക്കണം. അപ്പം ഇപ്പം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ യഥാർത്ഥമായിട്ട് പറയുന്ന സമയത്ത് ആ ഗ്രൂപ്പിൻ്റെ യഥാർത്ഥ ഉദാഹരണമായിരിക്കണം ഏത്? ടൈപ്പ് സ്പെസിമെൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അനാർക്കേഡിയേസിയ ഫാമിലിയിലെ ഒരു ടൈപ്പായിട്ട് നമ്മൾ പഠിക്കുന്നത് മാൻജിഫറ ഇൻഡിക്ക ആണെങ്കിൽ അത് അനാർക്കേഡിയ ഫാമിലിയുടെ ഒരു യഥാർത്ഥ ഉദാഹരണമായിരിക്കണം. അതായത് ആ ഫാമിലിയുടെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ടൈപ്പായിരിക്കണം അതെന്നുള്ളത്. മനസ്സിലായോ? ദെൻ ഇതിന് കൂടാതെ അതിന് നൽകിയിരിക്കുന്ന ശാസ്ത്രീയ നാമവുമായിട്ട് ശാശ്വതമായി ബന്ധപ്പെട്ടിരിക്കണം. അപ്പോൾ ഈ ഒരു ടൈപ്പ് സ്പെസിമെൻ എന്ന് പറയുന്നത് അതിൻ്റെ ശാസ്ത്രീയ നാമവുമായിട്ട് യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിരിക്കണം ടൈപ്പ് സ്പെസിമെൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു ടൈപ്പ് സ്പെസിമെൻ എന്ന് പറയുന്നത്? വർഗീകരണ ശാസ്ത്രത്തിൽ ഒരു പുതിയ സ്പീഷ്യസ്, ഒരു ജീനസ് അല്ലെങ്കിൽ ഒരു ടാക്സണിന് സ്ഥിരമായ റെഫറൻസായി വർത്തിക്കുന്ന ഒരു സംരക്ഷിത മാതൃകയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈപ്പ് സ്പെസിമെൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് പറയുന്നത്? അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത്. സ്പീഷ്യസിൻ്റെ പേരിന് അടിസ്ഥാനമായ ഒറ്റ നിയുക്ത മാതൃകയാണ് ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഹോളോ ടൈപ്പാണ്. ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു സ്പീഷ്യസിൻ്റെ പേരിന് അടിസ്ഥാനമായ ഒരൊറ്റ നിയുക്ത മാതൃകയാണ് നമ്മൾ ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഐസോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ? ഹോളോ ടൈപ്പിൻ്റെ പോലെ തന്നെയുള്ള ഒരു തനി പകർപ്പാണ് ഐസോ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരേപോലെയുള്ള തനി പകർപ്പിനെയാണ് ഐസോ ടൈപ്പ് എന്ന് പറയുന്നത്. അടുത്തതാണ് ലെക്ടോ ടൈപ്പ് എന്ന് പറയുന്നത്. ഹോളോ ടൈപ്പ് ലഭ്യമല്ലാത്തപ്പോൾ ടൈപ്പായി കണക്കാക്കപ്പെടുന്ന അല്ലെങ്കിൽ തരമായി കണക്കാക്കപ്പെടുന്ന ഒരു നിയുക്ത മാതൃകയാണ് ലെക്ടോ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോളോ ടൈപ്പ് കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഹോളോ ടൈപ്പിൻ്റെ പോലെയുള്ള അതിന് പകരമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു നിയുക്ത മാതൃകയാണ് ലെക്ടോ ടൈപ്പ് എന്ന് പറയുന്നത്. അടുത്തതാണ് നിയോ ടൈപ്പ്. നിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതെന്നാണ് അർത്ഥം. അതായത് ഇവിടെ യഥാർത്ഥമായിട്ടുള്ള ഒരു ഹോളോ ടൈപ്പ് നഷ്ടപ്പെടുകയോ
നശിപ്പിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കുന്ന മാതൃകയാണ് നിയോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 4 തരമാണ് പറയുക. ഡിഫറെൻറ്റ് ടൈപ്സിൽ 4 തരത്തിലാണ് പറയുന്നത്. ഒന്നാമത്തത് ഹോളോ ടൈപ്പ്, അത് സ്പീഷ്യസിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാതൃകയായിരിക്കും. ഐസോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളോ ടൈപ്പിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു തനി പകർപ്പായിരിക്കും. അടുത്തത് ലെക്ടോ ടൈപ്പ് ആണ്. ഹോളോ ടൈപ്പ് ലഭ്യമല്ലാത്തപ്പോൾ തരമായി ഉപയോഗിക്കുന്ന ഒരു നിയുക്ത മാതൃകയാണ് ലെക്ടോ ടൈപ്പ്. അടുത്തതാണ് നിയോ ടൈപ്പ്. യഥാർത്ഥ മെറ്റീരിയൽ നഷ്ടപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ തരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന മാതൃകയാണ് നിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നിയമം 3 പോവാം. എന്താണ് റൂൾ നമ്പർ 3? പേര് പ്രസിദ്ധീകരിക്കുന്ന തീയതിക്ക് മുൻഗണന നൽകുന്നു എന്ന വസ്തുതയിലേക്ക് ഈ നിയമം വെളിച്ചം വീശുന്നു. അപ്പോൾ പേര് പ്രസിദ്ധീകരിക്കുന്ന തീയതിക്കാണ് മുൻഗണന. അപ്പം നമ്മളത് പ്രിൻസിപ്പിളിലും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പിളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം വരുന്നതിനായിരിക്കും പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ട് ആദ്യം വരുന്നതിന് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രിയോറിറ്റി അനുസരിച്ച് ആദ്യം വരുന്ന പേരുകൾക്കായിരിക്കും എപ്പോഴും പ്രിയോറിറ്റി ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് ഇതാക്കിയിട്ട് വരുന്ന ഒരു റൂളാണ് പേര് പ്രസിദ്ധീകരിക്കുന്ന തീയതിക്ക് മുൻഗണന നൽകുന്നു എന്ന വസ്തുതയിലാണ് ഈ നിയമം വെളിച്ചം വീശുന്നത്. കൂടാതെ പേര് നിയമാനുസൃതമാണെന്നും അന്താരാഷ്ട്ര സസ്യനാമ നിയമസംഹിതയുടെ പ്രധാന നിയമങ്ങൾ അംഗീകരിക്കുകയും സാധുതയുള്ളതാണെന്നും ഇത് ഉറപ്പാക്കുന്നു. അപ്പോൾ പേര് നിയമാനുസൃതമായിരിക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈനോമിയൽ നോമൻക്ലേച്ചറിന് ഏതൊക്കെ നിയമങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അതിന് ബൈനോമിയൽ നോമൻക്ലേച്ചർ ഉണ്ടാവേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നിയമങ്ങൾ അനുസരിച്ച് സസ്യനാമകരണ നിയമസംഹിത, അതായത് ബോട്ടാണിക്കൽ നോമൻക്ലേച്ചർ കോഡിനനുസരിച്ച് ആയിരിക്കണം ഈ ഒരു പേര് നൽകേണ്ടത്. അതിന് തീയതിക്ക് മുൻഗണന നൽകുന്നു എന്ന് പറയുന്ന ഒരു നിയമമാണ് നിയമം 3 എന്ന് പറയുന്നത്. ഇനി അടുത്തത് നിയമം 4 അല്ലെങ്കിൽ റൂൾ നമ്പർ 4. പേര് പ്രസിദ്ധീകരിക്കുമ്പോൾ ടാക്സയുടെ പേര് കോഡ് ആവശ്യകതകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. അപ്പോൾ പേര് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഓരോ ടാക്സയ്ക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫാമിലി ആണെങ്കിൽ ഈ CA എന്നുള്ളത് നമ്മൾ കൊടുക്കണം. അപ്പോൾ ലിലിയേസിയെ അല്ലെങ്കിൽ അനാർക്കേഡിയസിയെ, അപ്പം ഇങ്ങനെ ഓരോ ടാക്സയ്ക്കും നമ്മൾ എന്താണോ ഒരു നിയമം കൊടുക്കണേ അത് കോഡ് പറയുന്ന നിയമം കൊടുക്കണം എന്ന് പറയുന്നതാണ് നിയമം 4. ഒരു പ്രാദേശിക മാസികയിലോ പത്രത്തിലോ പ്രസിദ്ധീകരിക്കുന്നതിന് പകരം അംഗീകൃത ജേണലിൽ പ്രസിദ്ധീകരിക്കണം. അപ്പോൾ ഈ പേര് എവിടെ പ്രസിദ്ധീകരിക്കണം? ഒരു അംഗീകൃത ജേണലിൽ പ്രസിദ്ധീകരിക്കണം. പേരിന് ലാറ്റിൻ വിവരണം ഉണ്ടായിരിക്കണം. അപ്പോൾ ലാറ്റിനുള്ള ഈ പേരിന് എന്തുകൊണ്ടാണ് ഇതിന് ഈ പേര് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിന് ഒരു ലാറ്റിൻ വിവരണം ഉണ്ടായിരിക്കണം. കൂടാതെ അത് കോഡിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് കീഴിലായിരിക്കണം. അപ്പോൾ ഒരു പേര് കോഡ് പറയുന്ന പോലെ ആയിരിക്കണം. അതായത് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ICBN പറയുന്ന പോലെ ഇന്ത്യൻ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ പറയുന്ന പോലെ ആയിരിക്കണം പേരുണ്ടായിരിക്കേണ്ടത്. അതൊരു അംഗീകൃത ജേണലിൽ പ്രസിദ്ധീകരിക്കണം. അതിനൊരു ലാറ്റിൻ വിവരണം ഉണ്ടായിരിക്കണം. നമുക്കറിയാം ലാറ്റിൻ ലാംഗ്വേജിലായിരിക്കണം പേര് നൽകേണ്ടതെന്നുള്ളത് ICBNൻ്റെ നിയമമാണ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കണം പേരുകൾ ഉണ്ടാവണേ എന്ന് പറയുന്ന റൂളാണ് റൂൾ നമ്പർ 4 എന്ന് പറയുന്നത്. അടുത്തതാണ് റൂൾ നമ്പർ 5. ആർട്ടിക്കിൾ നമ്പർ 46 അനുസരിച്ച് രചയിതാവിൻ്റെ പേര് ടാക്സോണമിക് ഗ്രൂപ്പിൻ്റെ പേരിനൊപ്പം പ്രസിദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആരാണ് ഈ പേര് കൊടുത്തിരിക്കണേ എന്നുള്ളത് ടാക്സോണമിക് ഗ്രൂപ്പിൻ്റെ പേരിനൊപ്പം പ്രസിദ്ധീകരിക്കണം. അതിൻ്റെ ആർട്ടിക്കിൾ പറയുന്നത് ആർട്ടിക്കിൾ 46 അനുസരിച്ചിട്ടാണ്. നാമകരണത്തിന് ഒരു രചയിതാവ് ഉത്തരവാദിയാണെങ്കിൽ അത് ഒറ്റ രചയിതാവ് അവലംബത്തിന് കീഴിലാണ്. ഇതിന് വിപരീതമായി ഒന്നിലധികം രചയിതാക്കൾ നാമകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഇരട്ട രചയിതാവ് അവലംബനത്തിന് കീഴിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്പീഷ്യസിൻ്റെ അല്ലെങ്കിൽ ഒരു സസ്യത്തിൻ്റെ പേര് കൊടുക്കുമ്പോൾ മാഞ്ചിഫെറ ഇൻഡിക്ക എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരാണ് സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് അയാളുടെ പേരിൻ്റെ ഒരു ഷോർട്ട് ഫോം കൊടുക്കും. അപ്പം അങ്ങനെയാണ് മാഞ്ചിഫെറ ഇൻഡിക്ക ലിൻ എന്ന് പറയുന്ന പേര് വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പേരായിരിക്കാം. അല്ലെങ്കിൽ 2 രചയിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ പേരുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടുള്ള പേരായിട്ടായിരിക്കാം വരുന്നത്. അപ്പം നിയമം 5 അനുശാസിക്കുന്നത് സയൻറ്റിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ പേര് കൊടുത്ത വ്യക്തിയുടെ പേര് എങ്ങനെ ചേർക്കണം എന്നുള്ളത് അനുശാസിക്കുന്നതാണ് റൂൾ നമ്പർ 5. ഇത് ആർട്ടിക്കിൾ നമ്പർ 46 അനുസരിച്ചിട്ടാണ് ഈ റൂള് വരുന്നത്.
ഇനി അടുത്തത് നിയമം 6. ചില പേരുകൾ ICBNന്റെ നിയമം പാലിക്കുന്നില്ല, പക്ഷെ അവ വളരെ കാലമായി ഉപയോഗിച്ചു വരുന്നു എന്ന വസ്തുതയെ അടിസ്ഥാനമാക്കി തിരിച്ചറിയൽ ആവശ്യങ്ങൾക്കായിട്ട് ഇവ ഇപ്പോഴും ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതാണ് റൂൾ നമ്പർ 6. അതായത് ചിലപ്പോൾ വർഷങ്ങളായിട്ട് ഈ ഒരു പേര് തന്നെയാണ് അതിന് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനൊരു പുതിയ പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്ര പ്രാബല്യത്തിൽ വരില്ല എന്നുള്ളത് കൊണ്ട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആ പേരിന് തന്നെ തിരിച്ചറിയൽ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു നിയമമാണ് നിയമം 6 അല്ലെങ്കിൽ റൂൾ നമ്പർ 6 എന്ന് പറയുന്നത്. ഇനി റൂൾ നമ്പർ 7 എന്ന് പറയുന്നത് നാമകരണ സമയത്ത് പേര് പ്രസിദ്ധീകരിക്കുന്നതിനുള്ള മുൻഗണന മുൻപ് പ്രസിദ്ധീകരിക്കുന്ന ആൾക്ക് നൽകും. നമ്മൾ പറഞ്ഞു നേരത്തെ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രിയോറിറ്റി ഉണ്ട്. ആരാണോ ആദ്യം പേര് പ്രസിദ്ധീകരിക്കുന്നത് അത് ICBNന്റെ റൂൾ അനുസരിച്ചിട്ടാണെങ്കിൽ ആ പേരിനായിരിക്കും നിയമസാധ്യത ഉണ്ടാവുക, പിന്നെ വരുന്ന പേരിന് നിയമസാധ്യത ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രിയോറിറ്റി തത്വങ്ങളിൽ നമ്മൾ പറഞ്ഞത്. അതിനെ തന്നെ നിയമമാക്കി വന്നിട്ടുള്ളതാണ് റൂൾ നമ്പർ 7 എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ടാക്സിന് ഒരു പേര് മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളതും ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം നാമകരണ സമയത്ത് ആരാണോ ആദ്യം പേരിടുന്നത് ആ പേരിന് മുൻഗണന നൽകും എന്നുള്ളതാണ് നിയമം 7 പറയുന്നത്, റൂൾ നമ്പർ 7 പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പ്രധാനമായിട്ടും 7 നിയമങ്ങളും ശുപാർശകളുമാണ് ഏതിൽ വന്നിരിക്കുന്നത്, നമ്മുടെ ICBNന്റെ നിയമങ്ങളിലും ശുപാർശകളിലും വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും 7 നിയമങ്ങളായിട്ടാണ്, അതിൻ്റെ കൂടെ തന്നെ ശുപാർശകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ നിയമം എന്താ പറയുന്നത്, ICBN ഹൈരാർക്കിയൽ ഓർഡറിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഹൈരാർക്കിയൽ ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ അത് രേഖപ്പെടുത്തണം. രണ്ടാമത്തത് നാമകരണം ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഉണ്ടാവേണ്ടത് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ റൂള്. മൂന്നാമത്തെ റൂള് പ്രസിദ്ധീകരിക്കുന്ന തീയതിക്ക് മുൻഗണന നൽകണം. അതുപോലെ തന്നെ അത് അന്താരാഷ്ട്ര സസ്യനാമകരണ നിയമസംഹിതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് പറയുന്നു. റൂൾ നമ്പർ 4 പറയുന്നത് ഒരു അംഗീകൃത ജേർണലിൽ ഇത് പ്രസിദ്ധീകരിച്ചത് ലാറ്റിൻ വിവരണം അതിനുണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് റൂൾ നമ്പർ 4. റൂൾ നമ്പർ 5 പറയുന്നത് ആരാണോ പേര് കൊടുത്തിരിക്കുന്നത് ആ വ്യക്തിയുടെ പേര് ശാസ്ത്രീയ നാമത്തിൻ്റെ അവസാനമായിട്ട് ചേർക്കണം എന്ന് പറയുന്നതാണ് റൂൾ നമ്പർ 5. റൂൾ നമ്പർ 6 എന്താ പറയുന്നത്, ഇൻ കേസ് റൂൾ അനുസരിച്ചിട്ടല്ല, ICBNന്റെ റൂൾ അനുസരിച്ചിട്ടല്ല പല പേരുകളും ഉണ്ടായിരിക്കുന്നത്, അവ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയൽ ആവശ്യങ്ങൾക്കായിട്ട് അത് ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു ശുപാർശ അടങ്ങിയിട്ടുള്ളതാണ് നിയമം 6 എന്ന് പറയുന്നത്. നിയമം 7 അല്ലെങ്കിൽ റൂൾ നമ്പർ 7 പറയുന്നത് ആരാണോ പേര് ആദ്യം പ്രസിദ്ധീകരിച്ചത് അത് ടാക്സോണമിക് റൂൾ അനുസരിച്ചിട്ടാണെങ്കിൽ ആ പേരിനായിരിക്കും നിയമ വ്യവസ്ഥ അനുസരിച്ചിട്ട് സാധുത ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതാണ് ICBNന്റെ റൂൾ നമ്പർ 7. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത് ICBNന്റെ റൂൾസും ശുപാർശകളുമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ICBNന്റെ പ്രിൻസിപ്പിൾസ് തത്വങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ICBNന്റെ റൂൾസാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം നന്നായി കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.